إذا سعد الخطيب على المنبر فلا يتكلم أحد فمن تكلم. الحمد لله الذي شرفنا بليلة القدر، أحمده على أن ألف شهر تنزل الملائكة والروح فيها بإذن ربهم. محمد الذي سفح في يده الحسبى ونبى من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب أمير المؤمنين عمر بن الخطاب، نبيك حمزة والعباس، وعن بقية أصحاب رسولك أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. طيب سرانا وسراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين، اللهم أصلح أحوالهم وثبت أقدامهم. اللهم أطعمهم من جوع وآمنهم من خوف. اللهم اجعل رمضان شاهدا لنا لا شاهدا علينا. اللهم بلغنا ليلة القدر. اللهم اجعلنا فائزين بليلة القدر يا رب العالمين. اللهم بالنار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف. മഹത്തായ രാത്രിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ആ ലൈലത്തുൽ ഖദ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ആ ഒരു സൂറത്തിലെ മറ്റൊരു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു ഒറ്റ രാത്രിയെ കുറിച്ച് മാത്രമാണ് വിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തിൽ അല്ലാഹു പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും നാം അതിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ വലിയ ഒരു ഭാഗ്യം അല്ലാഹു അവന് നൽകുന്നതാണ്. അവൻ അതിൽ നിന്ന് ഒരു വലിയ ഭാഗ്യം അവന് ലഭിച്ചിരിക്കുന്നു. അപ്പോ മഗ്‌രിബ് നിസ്കാരം ഇശാ നിസ്കാരം ഒക്കെ രാത്രിയുടെ ഭാഗങ്ങളിൽപ്പെട്ടതാണല്ലോ. ആ ഒരു ജമാഅത്ത് നമ്മൾ നിർവഹിച്ചാൽ തന്നെ നമുക്ക് വലിയ ഒരു പങ്ക്, ലൈലത്തുൽ ഖദ്റിന്റെ ഒരു പങ്ക് നമുക്ക് ലഭിക്കുമെന്നാണ് ഹബീബായ മുത്തനബി പഠിപ്പിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലൽ ഇശാ ജമാഅത്തൻ, ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ പകുതി ഭാഗം നിസ്കരിച്ചവനെ പോലെയാണ് അവൻ. ഏത് സമയത്തും ഇശാ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ പകുതി ഭാഗം വരെ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അവനുണ്ടാവും. മൻ സല്ല സുബ്ഹ ജമാഅത്തൻ, ആരെങ്കിലും സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ കുല്ലൽ ലൈലി, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ് അവൻ. രണ്ട് പകുതി ഈ രണ്ട് ജമാഅത്തുകൾ നമുക്ക് ലഭിക്കുമെന്ന്, അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു രാത്രി നമ്മൾ എന്ത് അമലുകൾ ചെയ്യുമ്പോഴും വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ആ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? തനസ്സലുൽ മലായികത്തു വറൂഹു. മലക്കുകൾ ആ രാത്രിയിൽ ഇറങ്ങി വരും. എല്ലാ രാത്രിയും എല്ലാ പകലും മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഓരോ ജമാഅത്തുകളിലും മലക്കുകൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലൈലത്തുൽ ഖദറിൽ പ്രത്യേകമായി മലക്കുകൾ ഇറങ്ങി വരുമെന്ന് അല്ലാഹു പറയാൻ കാരണം? മഹാന്മാര് പഠിപ്പിക്കുന്നു, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന 7 ആകാശങ്ങൾക്ക് മുകളിൽ ഒരു സ്ഥലമുണ്ട്. സ്വർഗ്ഗത്തിനോട് അടുത്ത സ്ഥലമാണ് സിദ്റത്തുൽ മുൻതഹ. ആ സിദ്റത്തുൽ മുൻതഹയിൽ കോടിക്കണക്കിന് മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ആ സിദ്റത്തുൽ മുൻതഹയിൽ ആ മലക്കുകളാണ് വിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ മലക്കുകൾ ഇറങ്ങി വരും. അതുപോലെ തന്നെ റൂഹും ഇറങ്ങി വരും. ഈ റൂഹ് എന്നുള്ള പദത്തിന് 14ഓളം തഫ്സീറുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിലൊരു തഫ്സീർ റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി പ്രവാചകന്മാർക്ക് വഹി എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. ഹബീബായ മുത്തുനബിയുടെ വഫാത്തോടുകൂടെ ആ ഒരു ഡ്യൂട്ടി അവസാനിച്ചു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളോട് സലാം പറയും. അവരുടെ സലാം ലഭിച്ച ആളുകളൊക്കെ വിജയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി